ഗർഭധാരണത്തിൻ്റെ ആദ്യ സ്കാൻ ഡേറ്റിംഗ് സ്കാൻ അല്ലെങ്കിൽ വയബിലിറ്റി സ്കാൻ എന്നും അറിയപ്പെടുന്നു. ഇത് ഗർഭകാല പരിചരണത്തിലെ ഒരു പ്രധാന ഘട്ടമാണ്. ഇത് മാതാപിതാക്കൾക്ക് അവരുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ആദ്യമായി കാണാനുള്ള ഒരു അവസരം നൽകുന്നു. ആദ്യ സ്കാൻ സാധാരണയായി 6 മുതൽ 14 ആഴ്ചകൾക്കുള്ളിലാണ് ചെയ്യേണ്ടത്. മുമ്പ് ഗർഭം അലസിപ്പോവുകയോ അല്ലെങ്കിൽ എക്ടോപിക് ഗർഭം ഉണ്ടായവർക്കോ അതോ അല്ലെങ്കിൽ വന്ധ്യത ചികിത്സകൾക്ക് ശേഷം ഗർഭം ധരിച്ചവർക്ക് ഈ സ്കാൻ നേരത്തെ തന്നെ നിർദ്ദേശിക്കാറുണ്ട്. ഈ ഘട്ടത്തിൽ സ്കാൻ സാധാരണയായി ട്രാൻസ് വജൈനൽ, അതായത് നമ്മുടെ യോനിയിലൂടെ ചെറിയൊരു പ്രോബ് ഉപയോഗിച്ചിട്ടുള്ള സ്കാനിംഗ് ആണ് ചെയ്യാറുള്ളത്. ഇത് ഗർഭപാത്രത്തിൻ്റെയും ഭ്രൂണത്തിൻ്റെയും വ്യക്തമായൊരു ചിത്രം ലഭിക്കാൻ സഹായിക്കുന്നു. കാരണം ആ സമയത്ത് നമ്മുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം വളരെ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മളെ സ്റ്റൊമക്കിൻ്റെ മുകളിലൂടെ എടുക്കുന്ന സ്കാനിങ്ങിലൂടെ അത് കൃത്യമായി കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ് വജൈനലാണ് നമ്മൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നത്. ഈ സ്കാൻ സാധാരണയായി 6 തൊട്ട് 10 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. ഇനി അതേപോലെ ഡേറ്റിംഗ് സ്കാനിൻ്റെ കാര്യമാണെങ്കിൽ, അതായത് സാധാരണയായി എല്ലാ ഗർഭിണികൾക്കും നിർദ്ദേശിക്കുന്ന ഒരു സ്കാൻ ഡേറ്റിംഗ് സ്കാനാണ്. ഇത് സാധാരണയായി ട്രാൻസ് അബ്ഡോമിനൽ, അതായത് വയറിൻ്റെ മുകളിലൂടെ ആണ് ചെയ്യുന്നത്. എങ്കിലും ചിത്രം വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ ട്രാൻസ് വജൈനൽ സ്കാനും ഉപയോഗിക്കാറുണ്ട്. ആദ്യ സ്കാനിങ്ങിലൂടെ അതായത് നിങ്ങളും നിങ്ങളുടെ ഡോക്ടേഴ്സും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് നമുക്ക് ഈ ഒരു സ്കാനിങ്ങിലൂടെ കിട്ടുന്നത്. അതിലാദ്യത്തേതാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ സ്ഥാനം. ഗർഭപാത്രത്തിനുള്ളിൽ തന്നെയാണോ ഗർഭം എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ശിശുവിൻ്റെ ഹൃദയമിടിപ്പും ഉണ്ടോ എന്ന് നമ്മൾ സ്കാനിങ്ങിലൂടെ ഉറപ്പാക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്കാനിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പ്രസവ തീയതി. ഭ്രൂണത്തിൻ്റെയോ ഭ്രൂണകോശത്തിൻ്റെയോ അതായത് ഫീറ്റസിൻ്റെ വലിപ്പം അളന്ന് ഗർഭത്തിൽ കൃത്യമായ പ്രായം കണക്കാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ആർത്തവ ചക്രം ക്രമമല്ലാത്തതാണെങ്കിൽ അല്ലെങ്കിലും അവസാന ആർത്തവ തീയതി ഓർമ്മയില്ലെങ്കിലും വളരെ സഹായകമാണ് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. ഇരട്ട കുട്ടികളോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങളുണ്ടോ എന്നും ഈ സ്കാനിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെയാണ് സ്കാൻ വഴി കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കാനും മൊത്തത്തിലുള്ള വളർച്ച വിലയിരുത്താനും നമുക്ക് സാധിക്കും. ഡേറ്റിംഗ് സ്കാൻ നച്വൽ സ്കാനുമായി സംയോജിപ്പിക്കാറുണ്ട്, അതായത് NT സ്കാൻ. ഇത് കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്തുള്ള ദ്രാവകത്തിൻ്റെ അളവ് അളക്കുന്നു. ഈ അളവ് ഒരു രക്തപരിശോധനയുമായി ചേരുമ്പോൾ ഡൗൺ സിൻഡ്രം, എൻഡോ സിൻഡ്രം, അതുപോലെ പാറ്റാവോ സിൻഡ്രം തുടങ്ങിയ ജനിതകപരമായ വൈകല്യങ്ങളുടെ സാധ്യത വിലയിരുത്താൻ സഹായിക്കുന്നു. എങ്ങനെയാണ് സ്കാനിങ് ചെയ്യുന്നത് എന്ന് നമുക്കിനി അറിയാം. കാരണം ഒരുപാട് ആളുകൾക്കുള്ളൊരു പേടി സ്വപ്നമാണ് ആദ്യത്തെ സ്കാൻ എന്ന് പറയുന്നത്. കാരണം ഒന്നാമത് കുഞ്ഞ് ജനിച്ച് ആ ഒരു കുഞ്ഞ് സുരക്ഷിതമാണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഷൻ നമ്മളെ മനസ്സിലുണ്ടാവും. അതേ സമയത്ത് എന്താണ് ഇനി നമ്മളെ ബോഡിയിൽ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്തതിൻ്റെ ഒരു അവലതി നമുക്കുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ട്രാൻസ് അബ്ഡോമിനൽ സ്കാനിങ് ആണെങ്കിൽ മൂത്രസഞ്ചി നിങ്ങളോട് നിറച്ച് വരാൻ പറയും. അതായത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ച ശേഷമായിരിക്കും ഈ സ്കാനിങ് ചെയ്യുന്നത്. ഇത് ഗർഭപാത്രത്തിൻ്റെ വ്യക്തമായ ചിത്രം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം നന്നായി കുടിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രാൻസ് വെജൈനൽ സ്കാൻ ആണെങ്കിൽ നിങ്ങളുടെ മൂത്രസഞ്ചി ഒഴിഞ്ഞിരിക്കണം. നിങ്ങൾ അവിടെ സ്കാനിങ്ങിനായിട്ട് ഒരു ബെഡിൽ കിടത്തിയ ശേഷം നിങ്ങളുടെ അടിവയറ്റിൽ ഒരു ജെൽ പുരട്ടുകയോ അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്യുകയോ ചെയ്യും. എന്നിട്ട് പ്രോബ് യോനിയിൽ ഉപയോഗിക്കുകയും ചെയ്യും. ഈ പ്രോബ് ശബ്ദതരംഗങ്ങൾ പുറത്തുവിട്ട് കുഞ്ഞിൻ്റെ കറുപ്പും വെളുപ്പമുള്ള ചിത്രം സ്ക്രീനിൽ കാണിക്കുന്നു. ഈ പ്രക്രിയ വേദനാരഹിതമാണ്. സാധാരണയായി 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ എടുക്കും ഈ ആദ്യത്തെ സ്കാൻ. ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങളൊരു പൂർണ്ണ രൂപത്തിലുള്ള കുഞ്ഞിനെ ഒരിക്കലും കാണില്ല. ചെറിയൊരു സാക്ക് മാത്രമേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുകയുള്ളൂ. ഇനി നമുക്ക് സ്കാനിങ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെയും സ്കാനിങ് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിലൂടെ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് എന്തൊക്കെയാണ് ആദ്യമായിട്ടുള്ള സ്കാനിങ്ങിൽ കാണാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ സ്കാൻ റിപ്പോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്നതാണ് LMP EDD GA. GA എന്ന് പറഞ്ഞാൽ ജസ്റ്റേഷണൽ ഏജ്. ഈ LMP എന്ന് പറയുന്നത് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ്സ് ആണ്, അഥവാ അവസാനത്തെ ആർത്തവം. അതിന് ചുരുക്കെഴുത്താണ് LMP. നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അവസാനമായി ആർത്തവം തുടങ്ങിയ തീയതിയാണ് ഇത്. ഗർഭത്തിൻ്റെ പ്രായം കണക്കാക്കാൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഒരു അളവാണ് ഈ LMP എന്ന് പറയുന്നത്. മിക്കവാറും സ്ത്രീകൾക്ക് അവരുടെ അവസാനത്തെ ആർത്തവം തുടങ്ങിയ തീയതി ഓർക്കാൻ സാധിക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേതാണ് EDD. ഇതാണ് എസ്റ്റിമേറ്റഡ് ഡ്യൂ ഡേറ്റ്, അഥവാ പ്രതീക്ഷിക്കുന്ന പ്രസവ തീയതി. ഇതിന് ചുരുക്കെഴുത്തതാണിത്.
നിങ്ങൾ കുഞ്ഞ് ജനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഏകദേശ തീയതിയാണ് ഈ തീയതി. LMD തീയതിയിൽ നിന്ന് ഏകദേശം 40 ആഴ്ചകൾ കൂട്ടിയാണ് ഈ തീയതി കണക്കാക്കുന്നത്. ഇത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഈ തീയതിയിൽ തന്നെ ജനിക്കണമെന്നില്ല. ഭൂരിഭാഗം പ്രസവങ്ങളും ഈ തീയതിക്ക് 1-2 ആഴ്ചകൾ മുൻപോ ശേഷമോ ആണ് ജനിക്കാറ്. അടുത്തതാണ് ജസ്റ്റേഷണൽ ഏജ്, അതായത് ഗർഭകാല പ്രായം. ഗർഭധാരണം മുതൽ ഇന്ന് വരെയുള്ള ആഴ്ചകളുടെ എണ്ണമാണിത്. നിങ്ങളുടെ അവസാനത്തെ ആർത്തവത്തിൻ്റെയും ആദ്യ ദിവസം മുതൽ ഇത് കണക്കാക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഒരു സ്ത്രീ ഗർഭിണിയായി 3 മാസം കഴിഞ്ഞെങ്കിൽ അവരുടെ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത് 12 ആഴ്ചയായിരിക്കും. ഈ 3 പദങ്ങളും ഗർഭകാലം കൃത്യമായി മനസ്സിലാക്കാനും കുഞ്ഞിൻ്റെ വളർച്ച വിലയിരുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് സ്കാനിങ്ങിൽ അടുത്തതായിട്ട് കൊടുത്തതാണ് സിംഗിൾ ഇൻട്രായൂട്ടേറിയൻ ജസ്റ്റേഷണൽ സാക്ക് ഈസ് സീൻ വിത്ത് ആൻ എംബ്രിയോ യോഗ് സാക്ക് കോംപ്ലക്സ് വിത്തിൻ ഇറ്റ്. ഇതൊരു നല്ല ഗർഭമാണ് എന്നതിൻ്റെ ഒരു മെഡിക്കൽ ടേംസാണ് ഇതിൽ കാണുന്നത്. അതായത് ഗർഭധാരണം ശരിയായ സ്ഥലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു എക്ടോപിക് ഗർഭധാരണമല്ല എന്നും അതുപോലെ ഇത് വളരെ ആദ്യഘട്ടത്തിൽ നടത്തിയൊരു സ്കാൻ ആയതുകൊണ്ട് യോഗ് സാക്ക് കാണുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും സ്കാൻ ചെയ്യാനുള്ളൊരു, അതായത് ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ യോഗ് സാക്ക് വീണ്ടും ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി 2 ആഴ്ച ശേഷം ചിലപ്പം വീണ്ടും കാണാൻ പറയും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പൊസിഷൻ എല്ലാം വളരെ കൃത്യമായിട്ടാണെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇതിനകത്ത് നമ്മുടെ FHR കൊടുത്തിട്ടുണ്ട്, അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് കൊടുത്തിട്ടുണ്ട്. 94 BPM എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 6ാമത്തെ ആഴ്ചയിൽ ഏകദേശം 90 മുതൽ 110 വരെയും ഒരു 9-10 ആഴ്ചയിലാകുമ്പം 140 മുതൽ 170 വരെയും അതുപോലെ 10 ആഴ്ചകളാകുമ്പം 120 മുതൽ 160 വരെ ആകാം. ഇത് ഓരോ ആഴ്ചകൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇത് ഹൃദയത്തിൻ്റെ ചലനം രേഖപ്പെടുത്തുന്നതിനും മിടിപ്പ് നിരക്ക് കണക്കാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു മെഷീൻ, ഡോപ്ലർ അൾട്രാസൗണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അടുത്തതായിട്ട് CRL മെഷർമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. CRL എന്നത് ഭ്രൂണത്തിൻ്റെയോ അല്ലെങ്കിൽ ഭ്രൂണകോശത്തിൻ്റെയോ ഫീറ്റസ് എന്ന് പറയില്ലേ, അതിൻ്റെ തലയുടെ മുകൾ ഭാഗം മുതൽ താഴെ നിതംബം വരെയുള്ള നീളമാണ്. ഗർഭത്തിൻ്റെ ആദ്യ ട്രൈമസ്റ്ററിൽ, അതായത് സാധാരണ 6 മുതൽ 13 ഇടയിലുള്ള ആഴ്ചകളിൽ കുഞ്ഞിൻ്റെ വലുപ്പം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. ആദ്യ 3 മാസത്തിൽ എല്ലാ കുഞ്ഞുങ്ങളും ഏതാണ്ട് ഒരേ വേഗത്തിലാണ് വളരുന്നത്. അതിനാൽ ഈ ഘട്ടത്തിൽ CRL ഉപയോഗിച്ചുള്ള അളവുകൾ ഗർഭത്തിൻ്റെ പ്രായം നിർണ്ണയിക്കുന്നതിൻ്റെ ഏറ്റവും വിശ്വസനീയമായൊരു മാർഗമായിട്ടാണ് കരുതുന്നത്. ഇനി 13ാമത്തെ ആഴ്ചകൾക്ക് ശേഷം കുഞ്ഞുങ്ങളുടെ വളർച്ചാ നിരക്കിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങും. അതിനാൽ ഡോക്ടർമാർ തല മുതലുള്ള വയറിൻ്റെ അളവും, അതായത് തലയുടെയും വയറിൻ്റെ ചുറ്റളവും തുടയലിൻ്റെ നീളവും തുടങ്ങിയ മറ്റളവുകളും ആ സമയത്ത് ഉപയോഗിക്കും. ഇത്രയാണ് നമ്മൾ പൊതുവെ ഒരു സ്കാൻ റിപ്പോർട്ടിൽ നമ്മൾ ഫസ്റ്റ് സ്കാനിൽ കണക്കാക്കുന്ന കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ ലാസ്റ്റ് ഒരു ഇംപ്രഷൻ പോലെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മുടെ ബേബിയുടെ ജസ്റ്റേഷണൽ ഏജ് എത്രയാണ്, അതുപോലെ കാർഡിയാക് ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അത് കറക്റ്റായിട്ടാണോ അല്ലെങ്കിൽ വളർച്ച കറക്റ്റ് ഇത്രയും വീക്കിന് കറക്റ്റായിട്ടുള്ള വളർച്ചയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഒരു ഇംപ്രഷൻ പോലെ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.